മോഹൻലാലിനെ ഈ അശ്വിൻ കൊക്ക് വിമർശിച്ചതിന്റെ 4-1 പോലും മമ്മൂട്ടി വിമർശിച്ചിട്ടില്ല. അപ്പോഴത്തേനും നമുക്ക് പൊള്ളുന്ന ഒരവസ്ഥ. അത് ഭീകരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അത് എന്തെല്ലാം തരത്തിലാണ് മോഹൻലാൽ എന്ന നടനെ ആക്രമിച്ചതെന്ന് അറിയാം. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ ഒരു പുതിയ പടം റിലീസായിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിവ്യൂ നമ്മുടെ അശ്വിൻ കൊക്കിന്റെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ നടന്റെ പ്രൊഡക്ഷൻ കമ്പനി ആ റിവ്യൂ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ തനി തങ്കമാണെന്ന് മനസ്സിലായി. ഒരു വിമർശനം എങ്ങനെയാണ് മോഹൻലാൽ എടുക്കുന്നത് എന്നുള്ളതാണ്. മലയാള സിനിമയിൽ ഇത്രയും ഭീകരമായ രീതിയിൽ വിമർശനം, ട്രോളുകൾ ഏറ്റുവാങ്ങിയ വേറെ ഏതെങ്കിലും ഒരു നടനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മലയക്കോട്ട് വാലിബനായാലും മോൺസ്റ്റർ ആയാലും മോഹൻലാലിൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയൊക്കെ മഹാബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രമോഷനൊക്കെ കൊടുത്തിട്ട് മലയക്കോട്ട് വാലിബൻ ഫസ്റ്റ് ഷോയ്ക്ക് പോയി കണ്ട ഒരാളാണ് ഞാൻ. തിയേറ്റർ കുലുങ്ങുമെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. തിയേറ്ററൊന്നും കുലുങ്ങിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. ലാഗ് അടിച്ച് മനുഷ്യന് ഇല്ലാതായപ്പോയൊരവസ്ഥ. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകിട്ട് നോക്കിയപ്പോൾ അശ്വിൻ കൊക്കും ഇതേ അഭിപ്രായം ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവെ ഈ ആൾക്കാർ അശ്വിൻ കൊക്കിൻ്റെ റിവ്യൂ കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മലയാള സിനിമ ഇപ്പോഴാണല്ലോ അടുത്ത കാലത്ത് ഭയങ്കര ഹിറ്റായിട്ട് വരുന്നു. ആൾക്കാർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്നു. ആൾക്കാർ എന്നും തിയേറ്ററിലേക്കൊക്കെ ഇടിച്ചു കയറാനൊക്കെ നിൽക്കുകയാണ്. പക്ഷേ കുറേ നാളുകൾക്ക് മുമ്പ് ഇവർ കൊണ്ടുവന്നതും ചപ്പും ചവറുമായിട്ടുള്ള സിനിമകൾ ഇറക്കാൻ തുടങ്ങിയത്. അപ്പം തിയേറ്ററിൽ പോകാൻ നേരത്തെ ഒരു ഫാമിലിയായിട്ട് ഒരാൾ പോകാൻ നേരത്തെ ഒരു 1000 രൂപ ചിലവാണ്. കുട്ടികളൊക്കെ ആയിട്ട് ഒരാൾ പോകാൻ നേരത്തെ 1000 രൂപ ചിലവാണ്. അവിടെ പോയി സ്നാക്സൊക്കെ കഴിഞ്ഞ് പെട്രോൾ ഒക്കെ അടിച്ച് നമ്മളവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ചിലവാണ്. ഈ ചിലവായിട്ട് അവിടെ പോയി ഇരിക്കാൻ നേരത്ത് നിന്ന് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള സിനിമ എടുത്തു വെക്കും. നമ്മൾ തിയേറ്റർ തന്നെ വെറുത്തിട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ അടുത്തൊരു വെള്ളിയാഴ്ച നല്ല പടമായിരിക്കും വരുന്നത്, നമ്മൾ പോകത്തില്ല. കാരണം അത് വെറുത്ത് പോയെന്ന് അങ്ങോട്ട് പോകാനേ തോന്നത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആൾക്കാർ റിവ്യൂ കാണാൻ തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ട് വൈകിട്ട് റിവ്യൂ വരും. റിവ്യൂ വരാൻ നേരത്ത് പല ആൾക്കാരുണ്ട്. ഈ അശ്വിൻ കോക്കുണ്ട്, അല്ലെങ്കിൽ സീക്രട്ട് ഉണ്ട്, ഷസാമുണ്ട്, അതുപോലെ ഉണ്ണിയൊക്കെ ഉണ്ട്. ഇതുപോലെ കുറേ ആൾക്കാർ റിവ്യൂ ചെയ്യുന്നവരുണ്ട്. ഇവരുടെ റിവ്യൂ ശ്രദ്ധിക്കും. ഓരോരുത്തർക്കും മെൻ്റലി കണക്റ്റ് ആവുന്ന ആൾക്കാരുടെ റിവ്യൂ ശ്രദ്ധിക്കും. ആ റിവ്യൂ ശ്രദ്ധിച്ചിട്ട് അവർ സിനിമ പോയി കാണും. നല്ലതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നല്ല പടമല്ലേ, എന്നാൽ ഫാമിലിയായിട്ട് പോയി കാണാമെന്നുള്ള രീതിയിൽ പോയി കാണാം. അവർ എൻജോയ് ചെയ്യും, തിരിച്ചു വരും. അപ്പോൾ തിയേറ്ററിലും അല്ലെങ്കിൽ ആ സിനിമ കാണാൻ പോകുന്ന ഒരു ഫീൽ കിട്ടും. അപ്പോൾ അടുത്തൊരു പടം വരാൻ നേരത്തെ ഇതുപോലെ റിവ്യൂ നോക്കും, നല്ല പടമാണെന്ന് അറിയുമ്പോൾ അവർ പോയി കാണും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മലയാളത്തിൽ നല്ല പടങ്ങൾ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും കൂടുന്നത്. ബേസിലിൻ്റെയൊക്കെ പടം ഈ അടുത്ത സമയത്ത് കിടന്ന് ഓടി ഓർമ്മയുണ്ടോ? മധുര മനോഹര മോഹം എന്ന് പറയുന്ന ചെറിയൊരു പടമായിരുന്നു അത്. ആ പടം ഭയങ്കര രീതിയിൽ ഓടും നമ്മൾ കണ്ടാണ്. ഇത് റിവ്യൂ ആണ്. അശ്വിൻ കോക്കൊക്കെ പറയുന്ന റിവ്യൂ അതൊക്കെ കേൾക്കുമ്പോൾ ഈ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ആൾക്കാർ വന്ന് ആ റിവ്യൂ കാണുന്നുണ്ടെന്ന്. ഈ കാണുന്ന ആൾക്കാർ ഇത് കണ്ടിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. അവർക്ക് ഫീൽ ഗുഡായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ റിവ്യൂവിനെ പേടിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാബോറ് പരിപാടിയാണ്. മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനൊക്കെ ഒരു റിവ്യൂവിനെ പേടിച്ച് ഒരു റിവ്യൂ ഇട്ട് ഒരാളുടെ പേജിൽ നിന്നും ടാർഗറ്റ് ചെയ്ത് ഒരാളുടെ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും ഏർപ്പാടാണ് നമ്മൾ ആലോചിച്ച് നോക്കിയത്. പലയിടത്തും വന്നിട്ട് വലിയ വായു വർത്തമാനം പറയും, റിവ്യൂ ഒക്കെ ആർക്കും പറഞ്ഞുകൂടെ എന്ന് പറയുമ്പോൾ. പക്ഷേ എനിക്ക് നേരെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സമ്മതിക്കില്ല എന്ന് പറയുന്ന ലൈനാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനായിട്ടുണ്ട്. ഈ മമ്മൂട്ടിയുടെ ഈ ഒരു പടം ഇറങ്ങാൻ നേരത്തെ എന്ത് വലിയ പ്രമോഷനാണെന്നറിയോ വന്നത്. എന്ത് ഭീകരമായ രീതിയിലുള്ള പ്രമോഷനാണ് വന്നത്. നമ്മുടെ കൈരളി ചാനൽ മീഡിയ വണ്ണ് തിരുവനന്തപുരത്ത് ഒരു MLA അന്ന് വൈകിട്ട് ചോദിക്കുകയാണ് ടർബോ എങ്ങനെയുണ്ട് പടം എന്നൊക്കെ ചോദിക്കുകയാണ്. എങ്ങനെയുണ്ട് പടം എന്ന് ചോദിക്കുക. ഈ തിരുവനന്തപുരത്ത് വെള്ളം പൊങ്ങി, ആ ഓടയിൽ വെള്ളം പൊങ്ങി, ആൾക്കാരുടെ വീട്ടിലേക്ക് വെള്ളം കയറി ഒരു അവസ്ഥയിൽ ആൾക്കാർ അവിടെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു MLA ഒക്കെ വന്നിട്ട് ചോദിക്കുകയാണ് ഈ സിനിമ എങ്ങനെയുണ്ട്. അപ്പം അതുപോലെ വലിയ രീതിയിൽ ഒരു സൈഡ് പ്രൊമോഷൻ നടക്കുന്നു, ഈ പോസ്റ്ററുകൾ ഉപയോഗിക്കുന്നു. അവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഓപ്പോസിറ്റ് സൈഡുകളുള്ള വിമർശനം പറഞ്ഞപ്പോൾ അത് നമുക്ക് പ്രശ്നമാണെന്ന് പറയുന്ന ലൈനുണ്ടല്ലോ. മോഹൻലാലിനെ ഈ അശ്വിൻ കൊക്ക് വിമർശിച്ചതിൻ്റെ 4-1 പോലും മമ്മൂട്ടി വിമർശിച്ചിട്ടില്ല. അശ്വിൻ കോക്കൊക്കെ വന്നിട്ട് വാലിബൻ്റെ ഫാൻസി ഡ്രസ്സ് വരെ ചെയ്തിട്ടുണ്ട്, തീർത്ത് വിട്ടിട്ടുണ്ട്. ആ പടത്തെ പറ്റിയൊക്കെ പറഞ്ഞ് ആ അഭിപ്രായമൊക്കെ നിങ്ങളൊന്ന് കയറി നോക്കണം. അതിൻ്റെ 4-1 പോലും ഈ ഒരു സിനിമയെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴത്തേനും നമുക്ക് പൊള്ളുന്ന ഒരവസ്ഥ. ഇത് കാണുമ്പോൾ എനിക്ക് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ ജനാധിപത്യം മൂല്യം ഉണ്ടല്ലോ. നേരെ വരുന്ന വിമർശനം കേട്ടിട്ട് ആക്ഷേപങ്ങൾക്ക് പോലും മറുപടി കൊടുക്കാതെ അടുത്ത പടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ. ആന്റണി പെരുമ്പാവൂരിനെ പറ്റി പറയണമല്ലോ. ആ പ്രൊഡ്യൂസർ എത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പടം ഇറക്കി വരാൻ നേരത്താണ് അശ്വിൻ കൊക്കൊക്കെ റിവ്യൂ ചെയ്യുന്നത് അറിയോ. മിണ്ടേട്ടില്ലെങ്കും. അപ്പോൾ അവരുടെയൊക്കെ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തത്. ഇപ്പം തലവൻ എന്ന് പറയുന്നൊരു സിനിമ ഇതിൻ്റെ ഇടയിൽ വന്നൊരു പടമാണ്. ഈ തലവൻ സിനിമ ഞാൻ കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ അശ്വിൻ കൊക്ക് തലേന്നൊരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഞാനത് നോക്കിയിരുന്നു അതിൻ്റെ റിവ്യൂ. എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരാൾ അശ്വിൻ കൊക്ക. ബാക്കിയുള്ള റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഇച്ചിരി ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷേ അശ്വിൻ കൊക്ക് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോകും. അപ്പോൾ തലവൻ എന്ന് പറഞ്ഞ പടത്തിന് നല്ല പോസിറ്റീവ് റിവ്യൂ. ഞാൻ പോയി സിനിമ കണ്ടു, ഞാനും എൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. നല്ല പടമാണ്, നിങ്ങൾ പോയി കണ്ടു നോക്കും. നല്ല കിടിലം പടമാണ് തലവൻ. ആസിഫ് അലിയുടെ, ബിജു മേനോൻ്റെ
ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കണ്ട് ഇറങ്ങി വരാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി മേക്കിംഗ് ഉള്ള ജിസ്ഡോയുടെ ഒരു പടമാണ് ഉത്തരവ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ആൾക്കാർ സിനിമ കാണാൻ പോകുന്നത്. കുറച്ച് ഫാൻസ് കയറും എന്നുള്ളതല്ലാതെ ഈ വലിയ പ്രൊമോഷൻ കൊടുത്തിട്ട് മോശം പടമാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ മോശം പടമാണെങ്കിൽ വലിയ പ്രൊമോഷൻ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾക്കിടയിൽ ഒരു ചെറിയ വിമർശനം വന്നപ്പോൾ ഇങ്ങനെയൊക്കെ പൊള്ളുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ക്വാളിറ്റി, ജനാധിപത്യ മൂല്യം അംഗീകരിക്കാതെ മുൻപോട്ട് പോകാൻ പറ്റും. ഒരു ഇത്രയും സക്സസിൻ്റെ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ വന്നപ്പോൾ പൊള്ളുന്നൊരവസ്ഥ ഭയങ്കര തന്നെ. ഒരു സൈഡ് ഭയങ്കര പ്രൊമോഷൻ, ഒരു സൈഡിൽ ഒരു നെഗറ്റീവ് റിവ്യൂ വന്നപ്പം ഉള്ളിപ്പോയി. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുന്ന പരിപാടി.